നമ്മോട് എന്ത് കൽപ്പിക്കുന്നുവോ അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ പെരുന്നാളിന്റെ ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം. കാരണം ബലിപെരുന്നാൾ നമ്മൾ നടത്തുന്നത് ബഹുമാനിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും അവിടുത്തെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും അവിടുത്തെ ഭാര്യയായ ഹാജറ ബീവിയുടെയും അനുസ്മരണകൾ താണ്ടിക്കൊണ്ടാണ് ഓരോ ബലിപെരുന്നാളും നമ്മൾ കൊണ്ടാടുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ചെറുപ്പം മുതലേ അത് മഹാനരുടെ ചെറുപ്പകാലം മുതലേ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു. മഹാനവറുകൾ വലുതായതിന് ശേഷം അദ്ദേഹത്തിന് മക്കളില്ല. ഏകദേശം 90ഓളം കാലം മക്കളില്ലാതെ വിഷമിച്ച് ജീവിച്ച് 90 വർഷങ്ങൾക്ക് ശേഷം വാർദ്ധക്യത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മാഈൽ അലൈഹിസ്സലാം എന്ന ഒരു ആൺകുഞ്ഞിനെ കൊടുക്കുന്നത്. മക്കളില്ലാത്തതിന്റെ വേദന അറിയൂ, കണ്ണില്ലാത്തവർക്ക് കണ്ണിന്റെ വിലയറിയൂ എന്ന് പറയുന്നത് പോലെ 90 വർഷക്കാലം മക്കളില്ലാതെ വളരെയധികം വിഷമിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരുപാട് ദുആ ചെയ്ത് അങ്ങേയറ്റത്തെ വിഷമത്തോടുകൂടെ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ് ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. അവിടുന്ന് അങ്ങോട്ട് പിന്നെ പൂർണ്ണമായിട്ടും ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ തുടക്കമാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ പിന്നീട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ നബിമാരുടെ ചരിത്രത്തിലും നമുക്ക് കാണാം ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാഉ, ഏറ്റവും അധികം പരീക്ഷണങ്ങൾ വന്നിട്ടുള്ളത് അംബിയാക്കൾക്കാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലെ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് അദ്ദേഹം അനുഭവിച്ച പരീക്ഷണങ്ങളും യാതനകളും. അങ്ങനെ 90 വർഷങ്ങൾക്ക് ശേഷം ഒരു പൊന്നോമന പൈതൽ പിറന്നു, ഇസ്മായിൽ അലൈഹിസ്സലാം പിറന്നു. ആ ഇസ്മായിൽ അലൈഹിസ്സലാം പിറന്ന ഉടനെ പാലുകുടി പോലും മാറിയിട്ടില്ല. ആ പാല് കുടിക്കുന്ന പ്രായം പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ അവിടുത്തെ ആ പൊന്നോമന മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും തന്റെ പ്രിയ പത്നിയായ ഹാജറ ബീവിയെയും ആരാരുമില്ലാത്ത, ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇല്ലാത്ത ആ മക്കയുടെ മണകാരുണ്യത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ അള്ളാഹു ഉത്തരവിട്ടു, അള്ളാഹു കൽപ്പന അറിയിച്ചു. അന്ന് മക്കയിൽ യാതൊരുവിധ ആൾവാസവുമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല. അങ്ങനത്തെ സ്ഥലത്താണ് റബ്ബ് തന്റെ പൊന്നോമന പുത്രനെയും ഭാര്യ ഹാജറ ബീവിയെയും കൊണ്ടുപോയി താമസിപ്പിക്കാൻ അള്ളാഹു കൽപ്പിച്ചത്. പക്ഷേ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചതല്ലേ എന്നുള്ള നിലക്ക് ആരാരുമില്ലാത്ത ആ സ്ഥലത്ത് ആ മക്കയുടെ മണകാരുണ്യത്തിൽ കൊണ്ടുപോയി അവർ രണ്ടുപേരെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം താമസിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രാവശ്യം പോലും തിരിച്ചു ചോദിച്ചില്ല, റബ്ബേ അവിടെ ആരുമില്ലല്ലോ, അവിടെ ഭക്ഷണമില്ല, വെള്ളമില്ല, ഞാൻ എങ്ങനെയാണ് എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്ന് തിരിച്ചു ചോദിച്ചില്ല. എന്റെ റബ്ബിന്റെ കൽപ്പനകൾ പൂർണ്ണമായും ഞാൻ അനുസരിക്കും എന്ന ദൃഢനിശ്ചയത്തോടുകൂടെയായിരുന്നു തുടർന്നുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, അസ്ലിം, അല്ലാഹു പറയാണ്, അസ്ലിം, ഇബ്രാഹിം നബിയെ നിങ്ങൾ മുസ്ലിം ആകണം, നിങ്ങൾ അനുസരണയുള്ളവനാകണം. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിന് പരിപൂർണമായിട്ടും ഞാൻ അനുസരണയുള്ളവനാണ് എന്ന് ഇബ്രാഹിം നബി മറുപടി പറഞ്ഞ ഒരു സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ മണലാരുണ്യത്തിൽ തന്റെ മകനെയും ഭാര്യയെയും കൊണ്ടുപോയി വിട്ടു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ പൂർണ്ണമായിട്ടും പരീക്ഷണങ്ങളുടെ കാലമാണ്. ആ മകൻ വളർന്നു വലുതായി ഏകദേശം 7 വയസ്സോളം പ്രായമായി. നമുക്കറിയാം, നമ്മുടെ മക്കൾ ഏകദേശം 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കള്, ആ മക്കളുടെ പ്രായമായി തുള്ളിച്ചാടി നടക്കുന്ന, സ്വന്തം പിതാവിന്റെ കൂടെ എങ്ങോട്ടും പോകാൻ താല്പര്യപ്പെടുന്ന
ഉപ്പമാർക്ക് എങ്ങോട്ടും കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആ പ്രായമായപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നോമന പുത്രനെ ബലിയറുക്കാൻ അല്ലാഹു സ്വപ്നത്തിലൂടെ അറിയിക്കുന്നത്. ഖുർആൻ പറയുന്നുണ്ട്, ഖാല യാ ബുനയ്യ, ഓ എന്റെ കുഞ്ഞുമോനെ, ഇന്നി അറാ ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കാണുന്നുണ്ട്, അന്നി അസ്ബഹുക, നിന്നെ ഞാൻ അറുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കാണുന്നുണ്ട്, ഫൻദുർ മാദാ തറാ, അതുകൊണ്ട് എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ 7 വയസ്സുള്ള ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോൾ ആ പിഞ്ചോമന ബാലൻ പുത്രൻ അവിടുന്ന് പറയുകയാണ്, യാ അബതി ഫഅൽ മാ തുഅ്മർ, ഓ ഉപ്പ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യുക. എന്നെ അറുക്കാനല്ലേ നിങ്ങളോട് അല്ലാഹു കൽപ്പിച്ചത്, അത് നിങ്ങൾ ചെയ്യുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ അല്ലാഹു നിങ്ങൾക്ക് എന്നെ എത്തിക്കാൻ കഴിയും, എനിക്ക് ക്ഷമയുണ്ടാകും, അല്ലാഹു ഉദ്ദേശിച്ചാൽ എനിക്ക് ക്ഷമയുണ്ടാകും എന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം മറുപടി പറയുകയാണ്. ഈ ഓരോ സംഭവത്തിൽ നിന്നും നമുക്ക് പാഠമാണ്. ഇബ്രാഹിം നബി തന്റെ മകനോട് പറഞ്ഞ ശൈലി നാം നോക്കണം. യാ ബുനയ്യ, ഓ കുഞ്ഞിമോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയോട് സംസാരിച്ചത്. ഓരോ ഉപ്പമാരും ഓരോ രക്ഷിതാക്കളും മാതാക്കളും പിതാക്കളും കുട്ടികളോട് സംസാരിക്കുന്ന ശൈലിയാണ് ഇബ്രാഹിം നബി കാണിച്ചു തന്നത്. അതുപോലെ തന്നെ നിന്നെ അറുക്കാൻ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു എന്ന് സ്വന്തം മകനോട് പറഞ്ഞപ്പോഴും ആ കുട്ടി ഉപ്പയോട് പറഞ്ഞ ശൈലി സ്വന്തം പിതാവിന് പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ടുള്ള മറുപടിയാണ് ഇഫ്അൽ മാ തുഅ്മർ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യുക എന്നത്. ഇവിടെ ഒരു പിതാവും ഒരു മകനും തമ്മിലുള്ള സംഭാഷണത്തിന്റെയും അവർ തമ്മിലുള്ള പെരുമാറ്റത്തിന്റെയും രൂപമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു തരുന്നത്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്നെ ബലിയറുക്കാൻ സമ്മതം കൊടുത്തു. അങ്ങനെയാണ് മിനായിൽ വന്ന് തന്നെ ബലിയറുക്കാൻ ഉദ്ദേശിക്കുന്നതും. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കഴുത്തിൽ കത്തി വെച്ചു എന്നും അഭിപ്രായമുണ്ട്. അതല്ല, കത്തി വെച്ചിട്ടില്ല. അപ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആടുമായി ഇറങ്ങി വന്ന് ഇസ്മായിൽ അലൈഹിസ്സലാമിന് പകരം ആ ആടിനെ ബലിയറുക്കുകയും ചെയ്തു എന്നും ചരിത്രമുണ്ട്. ഏതായാലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു 10-90 കാലം മക്കളില്ലാതെ ജീവിച്ച ഇബ്രാഹിം നബിയോടാണ്, ഇബ്രാഹിം നബിക്കാണ് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നത്. ആ കുഞ്ഞിനെയാണ് ആരാരുമില്ലാത്ത മക്കയുടെ മണലാരുണ്യത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പറയുന്നത്. നമുക്ക് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. പരിപൂർണമായ സമർപ്പണ ബോധമില്ലാത്ത, അല്ലാഹു എന്ത് പറഞ്ഞാലും അതനുസരിക്കുക എന്നുള്ള പരിപൂർണമായ ഒരു സമർപ്പണ ബോധമില്ലാത്ത ഒരു വ്യക്തിക്കും അത് ഉൾക്കൊള്ളാനോ അത് പ്രവർത്തിക്കുവാനോ കഴിയില്ല. അതിന് ശേഷമാണ് ഏകദേശം ഓടിച്ചാടി നടക്കുന്ന പ്രായമെത്തിയപ്പോഴാണ് ആ കുഞ്ഞിനെ ബലിയറുക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നതും അത് അറിയിക്കുന്നതും. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. 10 മക്കളുണ്ടെങ്കിൽ പോലും അതിലൊരു കുഞ്ഞിനെ പോലും നമുക്ക് ബലിയറുക്കാനോ ഒന്നിനും നമുക്ക് സാധ്യമല്ല, കഴിയുകയില്ല, ചിന്തിക്കാനേ കഴിയില്ല. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമർപ്പണ ബോധം. നാം എല്ലാവരും ഈ സമകാലിക യുഗത്തിലെ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ പലരും ഇസ്ലാമിന്റെ പല നിയമങ്ങളും കേൾക്കുമ്പോൾ ചിന്തിച്ചു പോകും, എന്താണ് ദീൻ ഇങ്ങനെ, എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വിധി, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ, അല്ലെങ്കിൽ ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയൂല എന്ന് പല നിയമങ്ങളെ കുറിച്ചും ഇസ്ലാമിന്റെ പല ഹുകുമുകളെ കുറിച്ചും നമ്മൾ ചിന്തിച്ചു പോകും. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, യജമാനനായ ഉടമയായ റബ്ബ് എന്ത് പറഞ്ഞാലും
അത് അക്ഷരം പ്രതി അതേപടി അനുസരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഉടമയുടെ ലക്ഷണം. ഇനി അത് നമുക്ക് പരിപൂർണമായും ചെയ്യാൻ കഴിയില്ല എങ്കിൽ പോലും ഇതൊന്നും ഇപ്പൊ നോക്കിയാൽ നടക്കൂല എന്നുള്ള ഒരു കുഫറിലേക്ക് കൂട്ടുന്ന വർത്താനം നമ്മിൽ നിന്നും ഉണ്ടാകരുത്. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും നമുക്ക് കഴിയാത്ത വിഷയങ്ങളാണ് നമ്മുടെ കസിൻസ് ആയ സിസ്റ്ററുകളെ കാണാൻ പറ്റൂല എന്നുള്ളത്. നമ്മുടെ അമ്മാവിന്റെ മകളെ, എളാമയുടെ മകളെ, മൂത്താപ്പയുടെ മകളെയൊന്നും നമുക്ക് കാണാൻ പറ്റൂല. പച്ച ഹറാമാണ്. ഒരു അന്യ പെണ്ണിനെ പോലെ തന്നെയാണ് അവരൊക്കെ. പക്ഷെ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ കേൾക്കുമ്പോ ഇതൊന്നും ഇപ്പൊ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, ഇന്നിപ്പോ ഇതൊന്നും നോക്കി ജീവിച്ചാൽ നടക്കൂല എന്നുള്ള വർത്താനം നമ്മൾ പറയരുത്. കാരണം അത് യജമാനനായ റബ്ബിന്റെ വിധിവിലക്കിനെ, അവൻ വിധിച്ച, അവൻ കൽപ്പിച്ച കാര്യത്തെ ചോദ്യം ചെയ്യലാകും. അത് പരിഹാസത്തോടു കൂടെയോ നിന്ദിച്ചുകൊണ്ടോ ആകുമ്പോൾ കാഫിറായി തന്നെ ചത്തുപോകാനുള്ള ഒരു കാരണമായി തീരും. നമുക്ക് കഴിയില്ല എങ്കിൽ കഴിയണ്ട, നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ചെയ്യണ്ട. പക്ഷേ കുഫ്രിയത്തിലേക്ക് കൂട്ടുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ നമ്മിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈ ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം യജമാനനായ റബ്ബിനെ അടിമകളായ നമ്മൾ പരിപൂർണമായിട്ടും സമർപ്പിക്കുക എന്നുള്ളതാണ്.